ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് രണ്ട് ഡിഫറെൻറ്റ് മോഡൽ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു വെൽവെറ്റ് ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. വെൽവെറ്റ് ക്ലോത്തിൽ ഇങ്ങനത്തെ ഇത്രയും വലിപ്പമുള്ളൊരു സ്കെയിൽ എടുക്കുക. ആ സ്കെയിലിൻ്റെ അത്രയും നീളത്തിലുള്ള ഒരു ക്ലോത്ത്. വീതി നമ്മൾ ഇത്രയും കറക്റ്റ് വീതിയല്ല എടുക്കേണ്ടത്, അതിൽ ഒരല്പം കൂടെ അകലത്തിൽ, ഇങ്ങനെ അല്പം കൂടെ അകലത്തിൽ വീതി എടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് എടുക്കുക. ഇതിൽ നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി, ഇത് അകവശം കാണത്തില്ലാത്തതുപോലെ ഇത് ഇങ്ങനെ മടക്കിയിട്ട് ഇത് തയ്ച്ചു കൊടുക്കണം. കൈ കൊണ്ട് തയ്ച്ചു കൊടുത്താൽ മതി. ഇത് അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഹെയർ ബാൻഡ് എടുത്തത്. ഇതിപ്പോൾ നമുക്ക് വെൽവെറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ വലിഞ്ഞും കിട്ടും. നമുക്ക് ഫുൾ ഹെയർ ബാൻഡ് കവർ ചെയ്യാനുള്ളത് ഉണ്ട്. ഇതിനി ഇങ്ങനെ മടക്കി, ഇങ്ങനെ അകത്തൂടെ മടക്കി ഇവിടെ ഈ ഭാഗം ഇങ്ങനെ പതിയെ പതിയെ ഈ അകത്തെ ഈ പുറത്തുള്ള ഭാഗം കൂട്ടി തയ്ക്കരുത്. അല്ലാതെ നമുക്കൊരു ഹോൾ അകത്ത് വേണം. അതായത് നമ്മൾ ആ ഹോളിൻ്റെ അകത്തോടെയാണ് ഈ ഹെയർ ബാൻഡ് കടത്തി വിടുന്നത്. അതിപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഫുള്ള് സൂചി നൂലും കൊണ്ട് തയ്ച്ചെടുക്കുക. ഞാൻ ഇതുപോലെ തയ്ച്ചത് കാണിക്കാം. ഞാനിതുപോലെ ഒരെണ്ണം തയ്ച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ സൂചി നൂലും കൊണ്ട് തന്നെ തയ്ച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഈ ഹെയർ ബാൻഡ് ഇതിൻ്റെ അകത്തോട്ട് കയറ്റിയെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള കളറ് ക്ലോത്ത് സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ഫുള്ള് കവർ ചെയ്ത ഒരു ഹെയർ ബാൻഡ് കിട്ടി. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഇത് ഒരു സ്റ്റോണൊക്കെ പിടിപ്പിച്ച ഒരു ലേസാണ്. ഇത് നമ്മൾ സാധാരണ ക്ലോത്തിൽ നെറ്റ് പാറ്റേണിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഈ ഹെയർ ബാൻഡിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ആവശ്യമുള്ള അളവ് എന്തോരമാണെന്ന് നോക്കുക. ഇത്ര ഭാഗം മതി. അത് കട്ട് ചെയ്തെടുക്കുക. നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഒന്ന് ഡ്രൈ ആയി വരാൻ കുറച്ച് സമയമെടുക്കും. നമ്മൾ ഈ കട്ട് ചെയ്ത അറ്റം കുറച്ച് ഒരു മെഴുകുതിരി കൊണ്ട് വല്ലതും ഒന്ന് ഉരുക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ആ നൂല് വലിഞ്ഞിരിക്കും. നമുക്ക് വളരെ എളുപ്പത്തിൽ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഞാൻ വേറൊരു മോഡൽ കാണിച്ചു തരാം.
അതിന് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഹെയർ ബാൻഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ സാറ്റൻ റിബൺ കൊണ്ടുള്ള ഫ്ലവറും ബീഡ്സുമാണ് യൂസ് ചെയ്യുന്നത്. അതിനായിട്ട് സാറ്റൻ റിബൺ കൊണ്ടുള്ള ഫ്ലവർ യൂസ് ചെയ്യുന്നത്, ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതിനായിട്ട് ഒരു സാറ്റൻ്റെ റിബൺ എടുക്കുക. എന്നിട്ടത് കൃത്യം നടുഭാഗത്തായിട്ട് രണ്ടായിട്ടൊന്ന് മടക്കുക. രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിങ്ങനെ ഒരല്പം ചെരിച്ചായിട്ട് വെച്ച് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ, ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കണം. മുകളിൽ നമ്മൾ ആദ്യം ചെയ്തിടം വിട്ടു പോകരുത്, നന്നായിട്ട് ടൈറ്റായിട്ട് പിടിക്കണം. സാറ്റൻ റിബൺ ആയതുകൊണ്ട് പെട്ടെന്ന് തെന്നിപ്പോവും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയെടുക്കുക. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു വള്ളിയിൽ പിടിച്ചുകൊണ്ട് വിടുക. താഴത്തെ അത് അഴിഞ്ഞു പോകരുത്, ടൈറ്റായിട്ട് പിടിക്കണം. ഇനി ഈ ലാസ്റ്റ് കിടക്കുന്ന ഒരു വള്ളിയിൽ നമ്മളിങ്ങനെ ടൈറ്റായിട്ട് പിടിക്കണം. എന്നിട്ട് ബാക്കി ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ ആക്കണം. അപ്പോഴത്തേക്കും അത് ശരിക്കും ഫ്ലവറിൻ്റെ ഒരു പെറ്റൽ പോലെ ഇങ്ങനെ വരും. ഒരു ഫ്ലവർ കിട്ടി. ഇനി നമുക്കിതൊന്ന് കെട്ടിട്ട് കൊടുക്കാം. നമ്മളൊരു കെട്ടിട്ട് കൊടുത്തു. നമുക്ക് ഒരു ഫ്ലവർ കിട്ടി. ഇനി ഇത് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് തീർത്തും ചെറിയ സാറ്റൻ റിബൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ഡൗട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സാറ്റൻ റിബണിൻ്റെ ഫ്ലവർ ഉണ്ടാക്കുന്ന വേറെ വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ വലിയ സാറ്റൻ റിബണാണ്. അപ്പം നിങ്ങളത് കാണുവാണെങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. ഇനി നമുക്കിത് ഈ ഫ്ലവറും ബീഡ്സും ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് കനം കുറഞ്ഞ ഒരു ഹെയർ ബാൻഡ് ആയതുകൊണ്ടാണ് ഇത്രയും തിന്നായിട്ടുള്ള സാറ്റൻ റിബൺ എടുത്തത്. നമ്മൾ വീതി കൂടിയത് എടുക്കുകയാണെങ്കിൽ ഒരല്പം കൂടെ വലിപ്പമുള്ള സാറ്റൻ റിബൺ എടുക്കണം. നമുക്ക് ഇതിനിടയിലായിട്ട് ബീഡ്സ് കൂടെ കൊടുക്കാം. ഞാൻ സെയിം കളറ് ഹാഫ് ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ രണ്ടാമത്തെ ഹെയർ ബാൻഡും ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ മാച്ചിങ് ആയിട്ടുള്ള എപ്പോഴും നമുക്ക് പോയി മേടിക്കാൻ പറ്റുമോ? അങ്ങനെ മേടിക്കുന്നതിന് പകരം ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഹെയർ ബാൻഡ് മേടിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ സ്വന്തം അല്പം ക്രിയേറ്റിവിറ്റിയൊക്കെ യൂസ് ചെയ്ത് സ്വന്തമായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ രണ്ട് ഹെയർ ബാൻഡും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.